Materials are broadly classified into conductors, insulators. And in between conductor and insulator, there is one more state, it is semiconductor. Silicon, germanium, like semiconductors. So what is conductor and what is insulator? Conductor and insulators are classified based on the number of free electrons. Conductors in a കൂടുതൽ number of free electrons in it has large number of free electrons, whereas in insulator there is only little number of free electrons. Free electrons in the availability വളരെ കുറവായിരിക്കും for insulators. So അതിന്റെ ബേസിസിലാണ് conductors, insulators എന്ന് classify ചെയ്യുന്നത്. Examples പറയുകയാണെങ്കിൽ എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് ഇതൊക്കെയാണ് ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ. സോ മെറ്റൽ കണ്ടക്ടർ ആണെന്ന് പറയുമ്പോൾ മെറ്റൽ ഹാസ് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. We are going to learn in detail about the electrostatics of conductors. In an atom there are electrons, neutrons and protons. ന്യൂട്രോണും പ്രോട്ടോണുമാണ് ന്യൂക്ലിയസിന് അകത്തുള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അല്ലെ. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിനെയാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. ഇൻ കണ്ടക്ടേഴ്സ് the free electrons are the charge carriers. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസും ആയിട്ട് വളരെ അടുത്ത് കിടക്കുന്നത് കാരണം അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ തന്നെ കിടക്കുന്നത് കാരണം ഇറ്റ് ഇസ് ഡയറക്ട്ലി ബോണ്ടഡ് വിത്ത് ദ ന്യൂക്ലിയസ്. സോ അത് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്ത് കറന്റ് കണ്ടക്ഷൻ പോസിബിൾ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. റാൻഡം മോഷൻ ആയതുകൊണ്ട് തന്നെ അത് മറ്റ് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ ആറ്റംസ് ഓഫ് ദി കണ്ടക്ടർ. സോ ആ ആറ്റമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആറ്റത്തിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീ ആവും. അങ്ങനെ കൊളൈഡ് ചെയ്ത് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. സോ അറ്റ് റൂം ടെമ്പറേച്ചർ 10⁻28 per meter cube ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സോ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് വോള്യൂം അതിനെയാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയാം. സോ കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോള്യൂം അതിനെയാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഓർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. Free electrons are in random motion. The average speed of the free electron, ഏത് സ്പീഡിലാണ് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്നുള്ളത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ the thermal speed of free electrons is the average speed of free electrons, which is a factor of temperature. Thermal speed എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. It is approximately equal to 10⁻6 meter per second. If you've taken the average thermal speed of an electron, since the electrons are in free motion or it is about to move freely, അതുകൊണ്ട് തന്നെ average thermal speed എന്ന് പറയുന്നത് 0 ആണ്. And this is the reason the electric current through the conductor is 0. When an electric field is applied, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തതിന് മുമ്പ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വയറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്യാണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കാത്തത്. ഓക്കെ, വെൻ വി അപ്ലൈ an ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് അറിയാം നമുക്ക് അല്ലെ. സോ when we apply an electric field, what will happen is the free electrons may drift slowly. Okay, it drift from negative terminal to positive terminal, which means electric field in opposite ആയിട്ട് ഒരു ഡയറക്ഷനിൽ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യും. ആ മൂവ്മെന്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വെൻ വി അപ്ലൈ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആ മൂവ്മെന്റിനെയാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുക. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് ചെയ്യും ടു ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് വെരി സ്മോൾ. ഇറ്റ് ഇസ് ഇൻ ദ ഓർഡർ ഓഫ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻³ meter per second. ആ ഒരു റേഞ്ചിലായിരിക്കും ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ക്രിയേറ്റ്സ് എ കറന്റ്. Okay, so movement of charge when we apply an electric field അതിനെയാണ് എന്തെന്ന് പറയുക? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുക. So rate of change of charge ആണ് എന്ത്? കറന്റ്. Okay, so I is equal to Q by T. നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് അറൌണ്ട് 10⁻³ meter per second. Whereas the electric current velocity is in the velocity of light. Velocity of light എത്രയാണ്? 3 × 10⁸ meter per second അല്ലെ. സോ
current in the velocity ekadesham velocity of light in equivalent ആയിരിക്കും, whereas drift velocity, drifting of charge carriers in the presence of an electric field is much slower. പറഞ്ഞു ചാർജിന്റെ മൂവ്മെന്റ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ is the direction of the electric field. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, whereas കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ NaCl, Na+Cl- സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, സോൾട്ട് ബ്രിഡ്ജ് സൊല്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ Na+ is a positive ion, Cl- is a negative ion. So in an electrolytic solution we have both positive ions as well as negative ions, whereas in semiconductor ഞാൻ പറഞ്ഞു semiconductor എന്ന് പറയുന്ന അതിന്റെ conductivity is in between conductor and insulator ആണെന്ന് പറഞ്ഞു. So in semiconductor the charge carriers are both electrons as well as vacant electrons. Vacant electrons എന്ന് പറഞ്ഞാൽ holes. So detail ആയിട്ട് നമുക്ക് സെമി കണ്ടക്ടർ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ ഹാസ് ചാർജ് കാരിയേഴ്സ് electrons and holes in the vacant electron. Next we are going to learn some important points on electrostatics of a conductor. നിങ്ങളുടെ exam point of view ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് some application level questions ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് തന്നെ apply an electric field, the electric conductor gets charged. അതിന്റെ റീസൺ ഇലക്ട്രിക് കണ്ടക്ടറിനകത്ത് ഒരു ചാർജ് കണ്ടക്ടറിന് അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കണ്ടക്ഷൻ ഇലക്ട്രോൺ ക്രിയേറ്റ് ആവുക അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത. പോയിന്റ് നമ്പർ 2, there is no excess charge carriers inside the conductor. ചാർജ് കാരിയറിന്റെ ഇന്റീരിയറിൽ അതായത് അതിന്റെ അകത്ത് എക്സസ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, എക്സസ് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. എക്സസ് ഇലക്ട്രോൺസ് is something different from free electrons. Free electrons is the valence electrons or outermost electrons, whereas excess electrons എന്ന് പറയുന്നത് വാലൻസ് ഷെല്ലിൽ നിന്ന് പുറത്ത് വന്ന ഇലക്ട്രോൺസ് ആണ്. സോ എക്സസ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഒരു ചാർജ് കണ്ടക്ടറിനകത്ത്. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാനായിട്ട് we can use the Gaussian theorem. What is Gaussian theorem? In a Gaussian surface, the electric field, the dot product of electric field and the Gaussian surface area is equal to 1/epsilon naught times the charge density, right? So for an electric conductor, charged conductor, Gaussian surface വളരെ അടുത്താണെങ്കിൽ പോലും the electric field inside the conductor, inside the charged conductor is 0. Electric field എന്ന് പറയുന്നത് surface of the charged conductorന് perpendicular ആയിരിക്കും. Okay, so electric field at any point on the surface of the charged conductor is perpendicular to that of the electrostatic potential inside a conductor is same at all points. നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഒരു ചാർജ്ഡ് കണ്ടക്ടറിനകത്ത് ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി കണ്ടക്ടർ ഇസ് 0. നോ വർക്ക് ഹാസ് ടു ബി ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. വൺ പോയിന്റ് ടു അനദറിൽ വർക്ക് ഡൺ ഒന്നും ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് potential is constant or same throughout the charged conductor. Inside the conductor, the potential remains the same. Electric field at any point on the surface of a charged conductor is sigma by epsilon naught. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? By using Gaussian theorem. What is Gaussian theorem? E dot dA is equal to 1/epsilon naught times charge density, that is sigma. So here theta is equal to 0 at any point on the surface of the conductor. Okay, so theta is equal to 0. E dA cos theta becomes E dA, which is equal to sigma by epsilon naught. So unit area, cross sectional area ആണെങ്കിൽ E is equal to sigma by epsilon naught. So ഏതൊരു പോയിന്റ് സർഫസ് ഓഫ് ചാർജിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ നോട്ട്. ഇഫ് യു കൺസിഡർ എ ഷെൽ, യൂണിഫോംലി ചാർജ് ഷെൽ, ഒരു ചാർജ് ഷെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള charges
must be distributed equally on the surface. Keeping the charge inside it is 0. So it's uniformly charged shell ആണെങ്കിൽ അതിന്റെ സർഫസിൽ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് അകത്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. The process of protecting a space from electric field is called as electrostatic shielding. So അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെളിയിൽ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് സമയത്ത് ഷെയ്ഡ്, അതായത് ട്രീ ഷെയ്ഡിനേക്കാളും ഏറ്റവും ബെസ്റ്റ് കാറ് പോലുള്ള ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു സർഫസിനകത്ത് ഇരിക്കുന്നതായിരിക്കും. കാരണം അതിന് ചുറ്റും മെറ്റൽ ആണ് അല്ലെ. സോ മെറ്റൽ മീൻസ് കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ അകത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തണ്ടർ അല്ലെങ്കിൽ ലൈറ്റ്നിങ് സമയത്ത് ഇറ്റ് ഇസ് വെരി സേഫ് ടു ബി ഇൻസൈഡ് എ കാർ ദാൻ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. Certain instruments from electric field, what we are doing is we'll be keeping that instruments inside a metal conductor. Metal conductor നകത്ത് ഇൻസ്ട്രുമെന്റ്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിംഗ്. അതിനെയാണ് ഫാരഡേ കേജിംഗ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്ട്രുമെന്റിന് ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരു മെറ്റാലിക് ഷീൽഡ് വി ക്യാൻ ബി കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ ഗ്രൗണ്ട്. അതാണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ബൈ ഗ്രൗണ്ടിങ് എ മെറ്റൽ ഷീറ്റ് ഡയറക്ട്ലി, ഓർ വി കണക്ടിങ് ദ മെറ്റൽ ഷീറ്റ് ഡയറക്ട്ലി ടു ദി എർത്ത്.